എല്ലാവർക്കും നല്ല നമസ്കാരം. +1 കമ്പ്യൂട്ടർ സയൻസിൻ്റെ ഇംപ്രൂവ്മെൻറ്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 4ാമത്തെ ചാപ്റ്റർ പ്രിൻസിപ്പിൾസ് ഓഫ് പ്രോഗ്രാമിംഗ് ആൻഡ് പ്രോബ്ലം സോൾവിംഗ്. ഈ ചാപ്റ്ററിൽ നിന്ന് 6 മുതൽ 8 മാർക്കിന് വരെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. പക്ഷേ അൽഗരിതം എഴുതാനോ ഫ്ലോ ചാർട്ട് വരയ്ക്കാനോ ആയ ക്വസ്റ്റ്യൻസ് കൂടി അതിൽ ഉൾപ്പെടും. മറ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതുപോലെ ഇംപ്രൂവ്മെൻറ്റ് വീഡിയോ ഞാൻ ചെയ്യുന്നത് മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയാതിരുന്ന, കുറച്ച് മാർക്കെങ്കിലും സ്കോർ ചെയ്യാൻ കഴിയാതിരുന്ന കുട്ടികൾക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ പ്രോബ്ലംസോ പ്രോഗ്രാംസോ കൂടുതലായി ഉൾപ്പെടുത്താതെ സ്ഥിരമായി ചോദിക്കുന്ന അത്യാവശ്യം ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും മാത്രം ഉൾപ്പെടുത്തിയാണ് ഈ വീഡിയോ തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ 6 മാർക്ക് അല്ലെങ്കിൽ 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ കഴിയണമെന്നില്ല. അപ്പോൾ ടീച്ചർ തരുന്ന എല്ലാ ടോപ്പിക്കും നിങ്ങൾ നന്നായി പഠിക്കണം. എങ്കിൽ മാത്രമേ അതിൽ നിന്ന് കുറച്ച് മാർക്കെങ്കിലും നമുക്ക് സ്കോർ ചെയ്യാൻ കഴിയൂ. നമുക്ക് ടോപ്പിക്കിലേക്ക് പോകാം. ഫസ്റ്റ് ടോപ്പിക്ക് അപ്രോച്ചസ് ഇൻ പ്രോബ്ലം സോൾവിംഗ്. ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 അപ്രോച്ചസാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഒന്ന് ടോപ്പ് ഡൗൺ ഡിസൈനും 2 ബോട്ടം അപ്പ് ഡിസൈൻ. ടോപ്പ് ഡൗൺ ഡിസൈൻ ആൻഡ് ബോട്ടം അപ്പ് ഡിസൈൻ. അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് പ്രോഗ്രാമിങ്ങിൻ്റെ അല്ലെങ്കിൽ പ്രോബ്ലം സോൾവിങ്ങിൻ്റെ ഫേസസ് ഏതൊക്കെയാണ് അല്ലെങ്കിൽ സ്റ്റേജസ് ഏതൊക്കെയാണെന്നാണ് പഠിക്കാനുള്ളത്. അപ്പോൾ ഒരു പ്രോഗ്രാം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ടുള്ള സ്റ്റേജസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ആദ്യത്തെ സ്റ്റേജ് പ്രോബ്ലം ഐഡൻറ്റിഫിക്കേഷൻ. ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ, ഒരു പ്രശ്നം കിട്ടിക്കഴിഞ്ഞാൽ അതെന്താണ് എന്ന് ആദ്യം തിരിച്ചറിയുക. അതാണ് ആദ്യം ചെയ്യാനുള്ളത്, പ്രോബ്ലം ഐഡൻറ്റിഫിക്കേഷൻ. രണ്ടാമത്തെ സ്റ്റെപ്പ് പ്രിപ്പയറിംഗ് അൽഗരിതംസ് ആൻഡ് ഫ്ലോ ചാർട്ട്സ്. അൽഗരിതവും ഫ്ലോ ചാർട്ടും പ്രിപ്പയർ ചെയ്യുകയാണ് രണ്ടാമത് വേണ്ടുന്നത്. മൂന്നാമത്തെ സ്റ്റെപ്പാണ് കോഡിംഗ്. അതായത് നമ്മൾ പ്രോഗ്രാം എഴുതുന്ന, കമ്പ്യൂട്ടറിൽ പ്രോഗ്രാം എഴുതുന്ന സ്റ്റേജാണ് മൂന്നാമത്തത്, കോഡിംഗ്. 4ാമത്തെ സ്റ്റേജ് ട്രാൻസ്ലേഷനാണ്. നമ്മൾ എഴുതുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ നിന്ന് കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ലാംഗ്വേജായ മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്ത് കൊടുക്കേണ്ടിയിരിക്കുന്നു. അതിനെയാണ് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്. അടുത്ത സ്റ്റെപ്പാണ് ഡീബഗ്ഗിങ്. ഡീബഗ്ഗിങ് എന്ന് പറഞ്ഞാൽ നാം ചെയ്ത പ്രോഗ്രാമിൽ എന്തെങ്കിലും എറേഴ്സ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ ഡിറ്റക്റ്റ് ചെയ്ത് കറക്റ്റ് ചെയ്യാനുള്ള പ്രോസസ്സാണ് ഡീബഗ്ഗിങ്. അടുത്ത സ്റ്റെപ്പ് എക്സിക്യൂഷൻ ആൻഡ് ടെസ്റ്റിംഗ്. പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുകയും സാമ്പിൾ ഡേറ്റ കൊടുത്ത് ടെസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നത് ഈ സ്റ്റേജിലാണ്. അടുത്ത സ്റ്റെപ്പ് ഡോക്യുമെൻറ്റേഷൻ. നാം ചെയ്ത പ്രോഗ്രാമിൻ്റെ ഡോക്യുമെൻറ്റ്സ് എന്തെങ്കിലും പ്രിപ്പയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് ഈ സ്റ്റേജിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഫേസസ് ഇൻ പ്രോഗ്രാമിംഗ് അല്ലെങ്കിൽ സ്റ്റേജസ് ഇൻ പ്രോബ്ലം സോൾവിങ്ങിൽ വരുന്ന സ്റ്റേജസ് ആണ് പ്രോബ്ലം ഐഡൻറ്റിഫിക്കേഷൻ, പ്രിപ്പയറിംഗ് അൽഗരിതംസ് ആൻഡ് ഫ്ലോ ചാർട്ട്സ്, കോഡിംഗ്, ട്രാൻസ്ലേഷൻ, ഡീബഗ്ഗിംഗ്, എക്സിക്യൂഷൻ ആൻഡ് ടെസ്റ്റിംഗ്, ദെൻ ഡോക്യുമെൻറ്റേഷൻ. അടുത്ത ടോപ്പിക്ക് അൽഗരിതമാണ്. എന്താണ് അൽഗരിതം? ഒരു സിമ്പിൾ ഡെഫിനിഷനാണ് തന്നിരിക്കുന്നത്. എന്താണത്? എ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ ടു സോൾവ് എ പ്രോബ്ലം. അൽഗരിതം എന്ന് പറഞ്ഞാൽ ഘട്ടം ഘട്ടമായുള്ള ഒരു പ്രവർത്തനമാണ്. എന്തിനു വേണ്ടിയിട്ടുള്ളത്?
ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള ഘട്ടം ഘട്ടമായിട്ടുള്ള പ്രവർത്തനം. എ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ ടു സോൾവ് എ പ്രോബ്ലം. അപ്പോൾ ഫ്ലോ ചാർട്ട് എന്താണ്? ദ പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ആൻ അൽഗരിതം. അതായത് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി നാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ എഴുതിയിട്ടുണ്ട്, അതാണ് അൽഗരിതം. അതിനെ ചിത്രരൂപത്തിൽ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് എന്ത്? ഫ്ലോ ചാർട്ട്. പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ, ചിത്രം ഉപയോഗിച്ച് റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് ഫ്ലോ ചാർട്ട്. ഈ ഫ്ലോ ചാർട്ട് വരയ്ക്കാനായിട്ട് നമുക്ക് കുറച്ച് സിമ്പിൾസ് വേണം. ആ സിമ്പിൾസാണ് ഇനി പരിചയപ്പെടാൻ പോകുന്നത്. ആദ്യത്തെ സിമ്പിളാണ് ടെർമിനേറ്റർ സിമ്പിൾ. ഈ സിമ്പിൾ ഉപയോഗിക്കുന്നത്, ഈ സിമ്പിൾ വരയ്ക്കുന്നത് മനസ്സിലായി കാണുമല്ലോ. സിമ്പിൾ ഉപയോഗിക്കുന്നത് സ്റ്റാർട്ടിനും സ്റ്റോപ്പിനും വേണ്ടിയാണ്. ഒരു അൽഗരിതത്തിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പാണ് സ്റ്റാർട്ട്, അവസാനത്തെ സ്റ്റെപ്പാണ് സ്റ്റോപ്പ്. ഇത് രണ്ടിനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സിമ്പിൾ, ടെർമിനേറ്റർ സിമ്പിൾ, ടെർമിനൽ സിമ്പിൾ ഉപയോഗിക്കുന്നത്. രണ്ടാമത്തത്, ഡേറ്റ ഇൻപുട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ഔട്ട്പുട്ട് ചെയ്യുകയോ, അതായത് ഡേറ്റ റീഡ് ചെയ്യുകയോ അല്ലെങ്കിൽ പ്രിൻ്റ് ചെയ്യുകയോ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സിമ്പിളാണ് ഈ സിമ്പിൾ. പാരലോഗ്രാം എന്ന് പറയുന്ന ഈ സിമ്പിൾ ഉപയോഗിച്ചാണ് നമ്മൾ ഇൻപുട്ടും ഔട്ട്പുട്ടും ചെയ്യുന്നത്. ഇനി രണ്ട് നമ്പർ തമ്മിൽ കൂട്ടുകയോ അല്ലെങ്കിൽ ഗുണിക്കുകയോ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റെക്റ്റാങ്കിൾ സിമ്പിൾ ഉപയോഗിക്കുന്നത്. പ്രോസസ്സിന് വേണ്ടിയിട്ട് റെക്റ്റാങ്കിൾ സിമ്പിൾ ഉപയോഗിക്കുന്നു. ഇനി എന്തെങ്കിലും ചെക്ക് ചെയ്യേണ്ടി വരുമ്പോൾ ഒരു ഡിസിഷൻ മേക്കിംഗ് നടത്താൻ വേണ്ടി ഈ ഡിസിഷന് വേണ്ടിയിട്ട് ഈ റോംബസ് സിമ്പിളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ റോംബസ് എന്നാണ് ഈ സിമ്പിളിൻ്റെ പേര്. റോംബസ് സിമ്പിൾ ഉപയോഗിച്ചിട്ടാണ് ഡിസിഷൻ മേക്കിംഗ് നടത്തുന്നത്. ഇനി ഓരോ സ്റ്റേജിൽ നിന്നും, ഓരോ സ്റ്റെപ്പിൽ നിന്നും അടുത്തതിലേക്ക് പോകണമെങ്കിൽ നമുക്ക് ഡേറ്റ ഫ്ലോ കാണിക്കണം, അല്ലേ? അതിന് വേണ്ടിയിട്ടാണ് ഈ ആരോസ് യൂസ് ചെയ്യുന്നത്, ഫ്ലോ ലൈൻസ് ഉപയോഗിക്കുന്നത്. ആരോസ് ആണ് ഫ്ലോ ലൈൻസ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ഇനി ഒന്നിൽ കൂടുതൽ പേജിൽ ഒക്കെയുള്ള ഒരു വലിയ ഫ്ലോ ചാർട്ട് വരുമ്പോൾ അതിൻ്റെ ഒരു ഭാഗത്തെ മറ്റൊരു ഭാഗവുമായിട്ട് കണക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കണക്റ്റർ സിമ്പിൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ 6 സിമ്പിൾസാണ് ഫ്ലോ ചാർട്ടിൽ നമ്മൾ പഠിച്ചത്. സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പിന് വേണ്ടി ടെർമിനൽ സിമ്പിൾ, ദെൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ടിന് പാരലോഗ്രാം, പ്രോസസ്സിന് വേണ്ടി റെക്റ്റാങ്കിൾ, ഡിസിഷന് വേണ്ടിയിട്ട് റോംബസ്, ഡേറ്റ ഫ്ലോ കാണിക്കാൻ ഫ്ലോ ലൈൻസ്, ഫ്ലോ ചാർട്ടിൻ്റെ 2 ഭാഗങ്ങളെ തമ്മിൽ കണക്റ്റ് ചെയ്യാൻ വേണ്ടി കണക്റ്റർ സിമ്പിൾ യൂസ് ചെയ്യുന്നു. എപ്പോഴും പെയറായിട്ട് മാത്രം ഉപയോഗിക്കാൻ കഴിയുന്ന സിമ്പിൾസാണ് ഈ കണക്റ്റർ സിമ്പിൾസ്. അതായത് ഒരെണ്ണമായിട്ട് മാത്രം നമുക്ക് ഉപയോഗിക്കാൻ കഴിയില്ല, പെയറായിട്ട് ഇത് രണ്ടും കൂടി ഒരുമിച്ച് മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ കഴിയൂ. ഇപ്പോൾ നമ്മൾ ഫ്ലോ ചാർട്ടും അതിൻ്റെ സിമ്പിൾസും പഠിച്ചു. ഇനി സാധാരണ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസാണ്, ഒരു ഫ്ലോ ചാർട്ട് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ അത് ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെ, അല്ലെങ്കിൽ അത് ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള ദോഷങ്ങൾ എന്തൊക്കെ, ഒരു ഫ്ലോ ചാർട്ടിനുള്ള ലിമിറ്റേഷൻസ് എന്തൊക്കെ എന്ന്. ആദ്യം നമുക്ക് അഡ്വാൻറ്റേജസ് ഓഫ് ഫ്ലോ ചാർട്ട്സ് അല്ലെങ്കിൽ ഗുണങ്ങൾ എന്തൊക്കെയാണ്, ഫ്ലോ ചാർട്ടിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് പഠിക്കാം. ആദ്യത്തേത് ബെറ്റർ കമ്മ്യൂണിക്കേഷൻ, 2 ഇഫക്റ്റീവ് അനാലിസിസ്, 3 ഇഫക്റ്റീവ് സിന്തസിസ്, 4 എഫിഷ്യൻറ്റ് കോഡിംഗ്. 4 അഡ്വാൻറ്റേജസ് ആണ് ഫ്ലോ ചാർട്ടിനുള്ളത്. ബെറ്റർ കമ്മ്യൂണിക്കേഷൻ തരുന്നുണ്ട്, പിന്നെ ഇഫക്റ്റീവ് അനാലിസിസ്, ദെൻ ഇഫക്റ്റീവ് സിന്തസിസ് ആൻഡ് എഫിഷ്യൻറ്റ് കോഡിംഗ്. ഇനി ഇതുപോലെ തന്നെ ഫ്ലോ ചാർട്ടിന് ലിമിറ്റേഷൻസും പറയുന്നുണ്ട്. എന്തൊക്കെയാണ് ലിമിറ്റേഷൻസ്? ഫസ്റ്റ് വൺ ടൈം കൺസ്യൂമിംഗ് ആണ്. രണ്ടാമത്തത് എനി ചേഞ്ച് ഇൻ ലോജിക് നീഡ് എ ന്യൂ ഫ്ലോ ചാർട്ട്. അതായത് നമ്മളൊരു പ്രോഗ്രാം ചെയ്യാൻ ഉദ്ദേശിച്ചു, അതിൻ്റെ അൽഗരിതമൊക്കെ എഴുതി, അതിനുശേഷം ഫ്ലോ ചാർട്ട് വരച്ചു. പക്ഷേ പിന്നീട് ആ ലോജിക്കിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഫ്ലോ ചാർട്ട് മൊത്തത്തിൽ മാറ്റി വരയ്ക്കേണ്ടതായി വരും. അപ്പോൾ അതാണ് എനി ചേഞ്ച് ഇൻ ലോജിക് നീഡ് എ ന്യൂ ഫ്ലോ ചാർട്ട്. അടുത്തത് പറയുന്നത് നോ സ്റ്റാൻഡേർഡ്സ്. അതായത് ഒരു ഫ്ലോ ചാർട്ടിൽ ഉൾപ്പെടുത്തേണ്ട ഡീറ്റെയിൽസിനെ കുറിച്ച് ഒരു സ്റ്റാൻഡേർഡ് ഫോമാറ്റ് പറഞ്ഞു വെച്ചിട്ടില്ല.
എന്തൊക്കെ ഡീറ്റെയിൽസ് ഉൾപ്പെടുത്തണം അല്ലെങ്കിൽ എന്തൊക്കെ ഡീറ്റെയിൽസ് ഉൾപ്പെടുത്തണ്ട എന്ന് സ്റ്റാൻഡേർഡ്സ് ഒന്നും തന്നെ ഇല്ല. അടുത്ത ടോപ്പിക്ക് അൽഗരിതം എന്താണ് എന്ന് പഠിച്ചെങ്കിലും അൽഗരിതം എഴുതാനോ അല്ലെങ്കിൽ കൂടുതൽ അൽഗരിതംസ് ഒന്നും തന്നെ നമ്മൾ പഠിക്കുന്നില്ല, എഴുതുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ടോപ്പിക്ക് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. വരുന്ന ചാപ്റ്ററിൽ 7th ചാപ്റ്ററിൽ ഇത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരാം. എന്തു തന്നെ ആയാലും ശരി, ഇത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. ഇവിടെ 2 തരത്തിലുള്ള ലൂപ്പ് എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ഒരേ പ്രോസസ്സ് തന്നെ റിപ്പീറ്റ് ചെയ്യേണ്ടി വരുമ്പോൾ ഉപയോഗിക്കുന്നതാണ് ലൂപ്പ്. അതായത് ഒരു 5 പ്രാവശ്യം നമുക്ക് ഹലോ എന്ന് പ്രിൻ്റ് ചെയ്യണം. അപ്പോൾ ഒരു സി ഔട്ട് സ്റ്റേറ്റ്മെൻറ്റ് ഹലോ സി ഔട്ട് എന്ന് എഴുതിയിട്ട് അത് 5 പ്രാവശ്യം പ്രിൻ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ അത് ഓരോ പ്രാവശ്യവും എന്ത് ചെയ്യണം? റിപ്പീറ്റ് ചെയ്ത് വരണം. അതിനു വേണ്ടിയാണ് നമ്മൾ ലൂപ്പ് ഉപയോഗിക്കുന്നത്. ഈ ലൂപ്പ് 2 തരത്തിലുണ്ട്. എൻട്രി കൺട്രോൾഡ് ലൂപ്പും എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പും. എന്താണ് എൻട്രി കൺട്രോൾഡ് ലൂപ്പ്? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മളൊരു എക്സാം ഹാളിലേക്ക് ചെല്ലുകയാണെങ്കിൽ ആദ്യം തന്നെ ഹാൾ ടിക്കറ്റ് ചെക്ക് ചെയ്യും. എന്തിനാണ് ഈ ഹാൾ ടിക്കറ്റ് ചെക്ക് ചെയ്യുന്നത്? ഹാൾ ടിക്കറ്റിൽ കൊടുത്തിരിക്കുന്ന ഫോട്ടോയും വന്നിരിക്കുന്ന കുട്ടിയും ഒന്ന് തന്നെയാണ് അല്ലേ? ടീച്ചറിൻ്റെ കയ്യിലിരിക്കുന്ന ലിസ്റ്റിലെ പേരും ഹാൾ ടിക്കറ്റിലെ പേരും ഒന്ന് തന്നെയാണ് എന്നൊക്കെ ഉറപ്പ് വരുത്താൻ വേണ്ടിയാണ്. അപ്പോൾ കുട്ടിയെ എക്സാം എഴുതിക്കുന്നതിന് മുൻപ് തന്നെ എന്ത് ചെയ്യുന്നു? അത് ചെക്ക് ചെയ്യുന്നു. എക്സാം എഴുതിക്കുന്നതിന് മുൻപ് തന്നെ അതെല്ലാം ചെക്ക് ചെയ്യുന്നു. അപ്പോൾ എൻട്രിയിൽ തന്നെ അത് ചെക്ക് ചെയ്യുന്നു, എൻട്രൻസിൽ തന്നെ അത് ചെക്ക് ചെയ്യുന്നു. അത് തന്നെയാണ് ഇവിടെ എൻട്രി കൺട്രോൾഡ് ലൂപ്പിലും പറഞ്ഞിരിക്കുന്നത്. കണ്ടീഷൻ ചെക്ക്ഡ് ബിഫോർ എക്സിക്യൂഷൻ ഓഫ് ബോഡി അതായത് പ്രോഗ്രാം, ആ റിപ്പീറ്റ് ചെയ്ത് സംഭവിക്കേണ്ട പ്രോഗ്രാം സ്റ്റേറ്റ്മെൻറ്റ്സിനെയാണ് ബോഡി എന്ന് പറയുന്നത്. ആ ബോഡിയുടെ എക്സിക്യൂഷൻ നടക്കുന്നതിന് മുൻപ് തന്നെ കണ്ടീഷൻസ് ചെക്ക് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം എക്സിറ്റ് കൺട്രോൾ എന്തായിരിക്കും? തീർച്ചയായിട്ടും ആ എക്സിക്യൂഷന് ശേഷമായിരിക്കും ചെക്ക് ചെയ്യുന്നത് അല്ലേ? കണ്ടീഷൻ ചെക്ക്ഡ് ആഫ്റ്റർ എക്സിക്യൂഷൻ ഓഫ് ബോഡി. അപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്? എൻട്രി കൺട്രോളിലാണെങ്കിൽ ബോഡി എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുൻപ് തന്നെ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. എക്സിറ്റ് കൺട്രോളിലാണെങ്കിൽ ബോഡി എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം മാത്രം കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. ഇനി ആ ഹാൾ ടിക്കറ്റിൻ്റെ എക്സാമ്പിൾ തന്നെ എടുത്തോ. എൻട്രൻസിലാണ് ഹാൾ ടിക്കറ്റ് ചെക്ക് ചെയ്തിരുന്നത് എങ്കിൽ നിങ്ങൾക്ക് എല്ലാം ഓക്കെ ആയാൽ കയറിയിരുന്ന് എക്സാം എഴുതാം. ഇനി നിങ്ങളുടെ ഹാൾ ടിക്കറ്റ് ഇത് മാച്ച് ചെയ്യുന്നില്ല എങ്കിലോ, കൊണ്ടുവന്ന കുട്ടിയുടെ ഫോട്ടോയും ഹാൾ ടിക്കറ്റിലെ ഫോട്ടോയും കൊണ്ടുവന്ന കുട്ടിയുമായിട്ട് മാച്ച് ചെയ്തില്ല, ടീച്ചറിൻ്റെ ലിസ്റ്റുമായിട്ട് മാച്ച് ചെയ്തില്ല, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? എൻട്രൻസിൽ തന്നെ എന്ത് പറയും? പൊയ്ക്കോളാൻ പറയും, കയറാൻ പറ്റില്ല. അങ്ങനെ സംഭവിച്ചാൽ അകത്തേക്ക് കയറാൻ പറ്റുമോ? ഇല്ല. പക്ഷേ ഇതിന് പകരം എക്സിറ്റിലായിരുന്നു ചെക്ക് ചെയ്യുന്നതെങ്കിലോ, എക്സാമൊക്കെ എഴുതി കഴിഞ്ഞ് പോകാൻ നേരത്താണ് ചെക്ക് ചെയ്യുന്നതെങ്കിലോ, ഈ കുട്ടി ഹാൾ ടിക്കറ്റിൽ പറഞ്ഞിരിക്കുന്ന കുട്ടി അല്ലെങ്കിൽ പോലും എക്സാം എഴുതാൻ പറ്റുമായിരുന്നു അല്ലേ? അടുത്ത എക്സാം എഴുതാൻ പറ്റത്തില്ല, നാളത്തെ പറ്റത്തില്ല. കാരണം ഇന്ന് എക്സാം എഴുതി കഴിയുമ്പോൾ അത് റിപ്പോർട്ട് ചെയ്യും. അതുകൊണ്ട് നാളത്തെ എക്സാം എഴുതാൻ പറ്റില്ല, പക്ഷേ ഇന്നത്തെ എഴുതാൻ പറ്റില്ലേ? അതുപോലെയാണ് എൻട്രി കൺട്രോളിൽ ബോഡി മേ നെവർ ബി എക്സിക്യൂട്ടഡ്. കുട്ടി ക്ലാസ്സിൽ കയറുന്നതിന് മുമ്പ് ചെക്ക് ചെയ്ത് പ്രശ്നം വല്ലതും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? എക്സിക്യൂട്ട് ചെയ്യാതിരിക്കാനുള്ള സാധ്യതയുണ്ട് അല്ലേ? ഒരിക്കലും എക്സിക്യൂട്ട് ചെയ്യാതിരിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ എക്സിറ്റിലായിരുന്നു ചെക്ക് ചെയ്തതെങ്കിൽ അന്നത്തെ എക്സാം എഴുതിക്കൂടെ? അതായത് ഒരെണ്ണമെങ്കിലും എഴുതിക്കൂടെ? അതെ, ബോഡി ഷുവർലി എക്സിക്യൂട്ടഡ് അറ്റ്ലീസ്റ്റ് വൺസ്. ഒരു പ്രാവശ്യമെങ്കിലും ഷുവറായിട്ടും എക്സിക്യൂട്ട് ചെയ്യും. മനസ്സിലായോ? ഓക്കെ. ഇനി ഇതിൻ്റെ ഓരോ എക്സാമ്പിൾസ് കൂടി നമുക്ക് പഠിച്ചു വെക്കാനുണ്ട്. എൻട്രി കൺട്രോൾ ലൂപ്പിന് 2 എക്സാമ്പിൾ നമ്മൾ പറയുന്നുണ്ട്, വൈൽ ലൂപ്പും ഫോർ ലൂപ്പും. എൻട്രി കൺട്രോൾ ലൂപ്പിന് വൈൽ ലൂപ്പ്, ഫോർ ലൂപ്പ്, ഇങ്ങനെ 2 എക്സാമ്പിളാണുള്ളത്.
എക്സിറ്റ് കൺട്രോൾ ലൂപ്പിനുള്ള എക്സാമ്പിൾ ഡു വൈൽ ലൂപ്പ്. ഡു വൈൽ ലൂപ്പ് ഒരെണ്ണമേ ഉള്ളൂ, ഡു വൈൽ ലൂപ്പ്. ഫേസസ് ഓഫ് പ്രോഗ്രാമിംഗ് പഠിച്ചതിൽ ആദ്യത്തെ സ്റ്റെപ്പ് പ്രോബ്ലം ഐഡൻറ്റിഫിക്കേഷൻ ആയിരുന്നു, രണ്ടാമത്തെ സ്റ്റെപ്പ് അൽഗോരിതം ഫ്ലോ ചാർട്ടുമായിരുന്നു, മൂന്നാമത്തെ സ്റ്റെപ്പ് കോഡിംഗ് ആണ്, പ്രോഗ്രാം എഴുതി കൊടുക്കുന്നതാണ് കോഡിംഗ്. നാലാമത്തെ സ്റ്റേജ് എന്തായിരുന്നു? ട്രാൻസ്ലേഷൻ ആയിരുന്നു. അതെന്താണെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? കൺവേർട്ടിംഗ് എ പ്രോഗ്രാം റിട്ടൺ ഇൻ ഹൈ ലെവൽ ലാംഗ്വേജ് ഇൻ ടു മെഷീൻ ലാംഗ്വേജ്. നമ്മളൊരു പ്രോഗ്രാം എഴുതി കൊടുക്കുന്നത് ഹൈ ലെവൽ ലാംഗ്വേജിലാണ്. അതിനെ എന്താക്കി മാറ്റണം? മെഷീന് മനസ്സിലാവുന്ന മെഷീൻ ലാംഗ്വേജ് ആക്കി കൺവേർട്ട് ചെയ്യണം. അതാണ് ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ. കൺവേർട്ടിങ് എ പ്രോഗ്രാം റിട്ടൺ ഇൻ ഹൈ ലെവൽ ലാംഗ്വേജ് ഇൻ ടു മെഷീൻ ലാംഗ്വേജ്. അടുത്ത പ്രോസസ്സാണ് ഡീബഗ്ഗിങ്. നമ്മൾ ഈ എഴുതി കൊടുത്ത പ്രോഗ്രാമിൽ തെറ്റെന്തെങ്കിലും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണ്ടേ? അപ്പോൾ എന്താണ് ഡീബഗ്ഗിങ്? ഡിറ്റക്റ്റിംഗ് ആൻഡ് കറക്റ്റിംഗ് ദ എറേഴ്സ് ഇൻ എ പ്രോഗ്രാം. പ്രോഗ്രാമിൽ എന്തെങ്കിലും എറേഴ്സ് ഉണ്ടോ എന്നുള്ളത് ഡിറ്റക്റ്റ് ചെയ്യുകയും അതുപോരാ അത് കറക്റ്റ് ചെയ്യുകയും കൂടി വേണം. കണ്ടുപിടിച്ച് തിരുത്തണം. ഡിറ്റക്റ്റിംഗ് ആൻഡ് കറക്റ്റിംഗ് ദ എറേഴ്സ് ഇൻ എ പ്രോഗ്രാം, അതാണ് ഡീബഗ്ഗിങ് എന്ന് പറഞ്ഞാൽ. ഇനി അടുത്ത രണ്ട് ടേംസ് ആണ് സോഴ്സ് കോഡ്, ഒബ്ജക്റ്റ് കോഡ്. അപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞതേ ഉള്ളൂ ട്രാൻസ്ലേറ്റേഴ്സ്, ട്രാൻസ്ലേഷൻ. എന്താണ് ട്രാൻസ്ലേഷൻ ചെയ്യുന്നത്? നമ്മൾ എഴുതുന്ന ഹൈ ലെവൽ ലാംഗ്വേജ് പ്രോഗ്രാമിനെ മെഷീൻ ലാംഗ്വേജ് ആക്കി കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ ഹൈ ലെവൽ ലാംഗ്വേജിൽ എഴുതി വച്ചിരിക്കുന്ന പ്രോഗ്രാമിനെയാണ് സോഴ്സ് കോഡ് എന്ന് പറയുന്നത്. പ്രോഗ്രാം റിട്ടൺ ഇൻ ഹൈ ലെവൽ ലാംഗ്വേജ് ആണ് സോഴ്സ് കോഡ്. അതിനെ മെഷീൻ കോഡാക്കി മാറ്റുമല്ലോ, മെഷീൻ ലാംഗ്വേജ് ആക്കി മാറ്റുമല്ലോ. ആ മെഷീൻ ലാംഗ്വേജിനെ, അതായത് സോഴ്സ് കോഡ് കൺവേർട്ടഡ് ഇൻ ടു മെഷീൻ ലാംഗ്വേജ് ഈസ് കോൾഡ് ഒബ്ജക്റ്റ് കോഡ്. മെഷീൻ ലാംഗ്വേജിൽ എഴുതിയിരിക്കുന്ന സോഴ്സ് കോഡ് കൺവേർട്ട് ചെയ്ത് മെഷീൻ ലാംഗ്വേജിലാക്കി മാറ്റിയിരിക്കുന്ന കോഡിനെയാണ് ഒബ്ജക്റ്റ് കോഡെന്ന് പറയുന്നത്. ഹൈ ലെവൽ ലാംഗ്വേജിൽ എഴുതിയിരിക്കുന്ന കോഡ് സോഴ്സ് കോഡ്, മെഷീൻ ലാംഗ്വേജിലേക്ക് മാറ്റിയ കോഡ് ഒബ്ജക്റ്റ് കോഡ്. ഇനി ഡീബഗ്ഗിങ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? എറേഴ്സ് ഡിറ്റക്റ്റ് ചെയ്യുകയും കറക്റ്റ് ചെയ്യുകയും വേണം. ഇങ്ങനെ കറക്റ്റ് ചെയ്യാൻ നേരത്ത് വരുന്ന എറേഴ്സ് 3 ടൈപ്പുണ്ട്. ടൈപ്സ് ഓഫ് എറേഴ്സ് 3 ടൈപ്പുണ്ട്. ആദ്യത്തെ എററാണ് സിൻറ്റാക്സ് എറർ. സിൻറ്റാക്സ് എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിൻറ്റാക്സിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായാൽ, സിൻറ്റാക്സ് എന്ന് പറഞ്ഞാൽ എന്താ? റൂൾസ്, നിയമങ്ങൾ അല്ലേ? ദ റൂൾസ് ഓഫ് ദ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആർ നോട്ട് ഫോളോഡ്. അപ്പോൾ ഏതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എഴുതുമ്പോഴും, പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് വേണ്ട, നമ്മുടെ ലാംഗ്വേജ് കമ്മ്യൂണിക്കേഷൻ ലാംഗ്വേജസ് ഒക്കെ എടുത്ത് നോക്ക്, മലയാളം അല്ലെങ്കിൽ ഇംഗ്ലീഷ് അല്ലേ, ഇതിനൊക്കെ റൂൾസ് ഉണ്ട്. നമ്മൾ ഇംഗ്ലീഷ് നമ്മളൊരു സെൻറ്റൻസ് എഴുതി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഫുൾ സ്റ്റോപ്പ് ഇടും അല്ലേ? അതൊരു റൂളല്ലേ? അതുപോലെ തന്നെ ഇംഗ്ലീഷ് ഒരു സെൻറ്റൻസ് എഴുതുമ്പോൾ അതിൻ്റെ ഒരു ഫോമാറ്റ് എങ്ങനെയാണ്? എന്താണ്? സബ്ജക്റ്റ്, വേർബ്, ഒബ്ജക്റ്റ്. പക്ഷേ മലയാളത്തിലാണെങ്കിലോ നമ്മൾ എങ്ങനെയാണ് പറയുക? ഞാൻ സ്കൂളിൽ പോയില്ല അല്ലേ? അപ്പോൾ എന്താ? സബ്ജക്റ്റ്, അതായത് കർത്താവ്, കർമ്മം, ക്രിയ. ഇങ്ങനെ ഓരോ ലാംഗ്വേജിനും ഓരോ ഫോമാറ്റ് അല്ലെങ്കിൽ റൂളുണ്ട്. ഇതുപോലെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകൾക്കും എന്തുണ്ട്? റൂൾസ് ഉണ്ട്, നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ ഏതെങ്കിലും തെറ്റിച്ചാൽ അല്ലെങ്കിൽ നിയമങ്ങൾ ഫോളോ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതിനെയാണ് എന്തെന്ന് പറയുന്നത്? സിൻറ്റാക്സ് എറർ എന്ന് പറയുന്നത്. നിയമങ്ങൾ, പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ നിയമങ്ങൾ ഫോളോ ചെയ്യാതിരുന്നാൽ അതിനെ സിൻറ്റാക്സ് എറർ എന്ന് പറയും. അടുത്തത് എന്താണ്? ലോജിക്കൽ എറർ. ലോജിക്കിലാണ് കുഴപ്പം വരുന്നത് അല്ലേ? അങ്ങനെയാകുമ്പോൾ എന്തുകൊണ്ടാണ് ലോജിക്കൽ എറർ വരുന്നത്? ഇംപ്രോപ്പർ പ്ലാനിങ് ഓഫ് ദി പ്രോഗ്രാം ലോജിക്. പ്രോഗ്രാം ലോജിക്കിൻ്റെ പ്രോപ്പറായ പ്ലാനിങ് നടന്നില്ല എന്നുണ്ടെങ്കിൽ അപ്പോഴാണ് എന്ത് വരുന്നത്? ലോജിക്കൽ എറർ. ഇംപ്രോപ്പർ പ്ലാനിങ് ഓഫ് ദി പ്രോഗ്രാം ലോജിക്. ഇനി ഒരു എറർ കൂടിയുണ്ട്, റൺ ടൈം എറർ. ഇത് എക്സിക്യൂഷൻ ടൈമിൽ അല്ലെങ്കിൽ പ്രോഗ്രാം റൺ ചെയ്യുന്ന ടൈമിലാണ് വരുന്നത്. ഇത് സംഭവിക്കുന്നത് ഇൻഅപ്രോപ്രിയേറ്റ് ഡേറ്റ, നമ്മൾ കൊടുക്കുന്ന ഡേറ്റ, ഇൻപുട്ട് ചെയ്ത് കൊടുക്കുന്ന ഡേറ്റയിൽ എന്തെങ്കിലും മിസ്മാച്ച് വരികയോ അല്ലെങ്കിൽ ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഡേറ്റ കൊടുക്കുകയോ ചെയ്യുമ്പോഴാണ് റൺ ടൈം എറർ വരുന്നത്. 3 ടൈപ്സ് ഓഫ് എറേഴ്സ് ആണുള്ളത്: സിൻറ്റാക്സ് എറർ, ലോജിക്കൽ എറർ ആൻഡ് റൺ ടൈം എറർ.
അടുത്തത് ഫേസസ് ഓഫ് പ്രോഗ്രാമിങ്ങിലെ ലാസ്റ്റ് സ്റ്റെപ്പ് ഡോക്യുമെൻറ്റേഷൻ. ഡോക്യുമെൻറ്റേഷൻ 2 തരത്തിലുണ്ട്: ഇൻറ്റേർണൽ ഡോക്യുമെൻറ്റേഷൻ ആൻഡ് എക്സ്റ്റേർണൽ ഡോക്യുമെൻറ്റേഷൻ. ഇൻറ്റേർണൽ ഡോക്യുമെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രോഗ്രാം എഴുതുമ്പോൾ അതിൽ കമൻസ് കൊടുക്കും നമ്മൾ. ഓരോ സ്റ്റേറ്റ്മെൻറ്റും എന്താണ് സൂചിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ആ സ്റ്റേറ്റ്മെൻറ്റിൽ എന്ത് ഡേറ്റയാണ് പാസ് ചെയ്യുന്നത്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പ്രോഗ്രാം മറ്റൊരാൾക്ക് കണ്ടാൽ മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമ്മൾ കമൻസ് കൊടുക്കും. അതിനെയാണ് ഇൻറ്റേർണൽ ഡോക്യുമെൻറ്റേഷൻ എന്ന് പറയുന്നത്. പ്രോഗ്രാംസിൽ കമൻസ് എഴുതുന്നതിനെയാണ് ഇൻറ്റേർണൽ ഡോക്യുമെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഇനി എക്സ്റ്റേർണൽ ഡോക്യുമെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രിപ്പയർ ചെയ്ത പ്രോഗ്രാം, അതിന് വേണ്ടിയിട്ട് ഒരു യൂസർ മാനുവലും സിസ്റ്റം മാനുവലും തയ്യാറാക്കും. അപ്പോൾ പ്രിപ്പറേഷൻ ഓഫ് യൂസർ മാനുവൽ ആൻഡ് സിസ്റ്റം മാനുവൽസ്, ഇതിനെയാണ് എക്സ്റ്റേർണൽ ഡോക്യുമെൻറ്റേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ചെയ്ത പ്രോഗ്രാമിനെ കുറിച്ച് ഉള്ള ഒരു യൂസർ മാനുവൽ, യൂസറിന് കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് ഒരു യൂസർ മാനുവലും അതുപോലെ തന്നെ സിസ്റ്റം മാനുവലും തയ്യാറാക്കാൻ പറ്റും. ഇതിനെയാണ് എക്സ്റ്റേർണൽ ഡോക്യുമെൻറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. പക്ഷേ അതിനെ വളരെ ചുരുക്കി വളരെ കുറച്ച് ടോപ്പിക്സ് മാത്രമാക്കി ഞാൻ ഒരു ചെറിയ വീഡിയോ ആണ് ചെയ്തിരിക്കുന്നത്. എല്ലാ കുട്ടികളും ഇത് നന്നായിട്ട് മനസ്സിലാക്കി ചെയ്യണം. മാർക്ക് കുറഞ്ഞുപോയി എന്നോർത്ത് സങ്കടപ്പെട്ടിരിക്കേണ്ട. നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ നമുക്ക് കഴിയും. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.